ഈവനിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പിന്നെ നമ്മുടെ റൂമിൻ്റെ കോലം ഉണ്ടാവുക. മറ്റൊരാളിത് എൻ്റെ കരഞ്ഞുകൊണ്ട് എൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ്? എടുക്കാനല്ലേ? ഇപ്പം എടുക്കാം കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങും ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം രാവിലെ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല, എപ്പോൾ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇത് അവളിങ്ങനെ വലിച്ചിടും, ഞാനിതിങ്ങനെ വാരി വയ്ക്കും, അവളിങ്ങനെ വലിച്ചിടും, ഞാനിതിങ്ങനെ വാരി വയ്ക്കും. പിന്നെ അവളുടെ സൗകര്യത്തിന് അവൾ എന്തേലും ചെയ്യട്ടെ, കുറച്ച് നമുക്കൊരു സൗകര്യത്തിലിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ മൈൻഡും ചെയ്യില്ല കേട്ടോ, അങ്ങനെ തന്നെ അവിടെ ഇടും. എന്നിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുക. പിന്നെ വീണ്ടും അവളുടെ പപ്പച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വീണ്ടും അതൊക്കെ വലിച്ചിട്ടിട്ട് പിന്നെ അവർ കളിക്കാൻ തുടങ്ങും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു ഇരിക്കുന്നുണ്ട്, പില്ലോ കവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതും സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈവനിങ് ആകുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മെല്ലെ സാവധാനത്തിൽ കുളിക്കാനൊക്കെ ഒരുങ്ങുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കുളിച്ചിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ, വെറുതെ റൂമിലിരിക്കല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവളത് അവിടെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശബ്ദം നമുക്ക് വേറെ സെപ്പറേറ്റ് കേൾക്കാൻ പറ്റും. കാരണം പുള്ളിക്കാരത്തേക്ക് ഉറക്കമൊക്കെ വളരെ കുറവാണ്. ഉച്ച സമയത്ത് അധികം കിടന്ന് ഉറങ്ങുമൊന്നുമില്ല, ചില ദിവസം ഉറങ്ങി. അങ്ങനെ അതിനുശേഷം ഞാനത് അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. എത്ര അടിച്ചു വാരിയാലും പിന്നെ ഇതേപോലെ തന്നെ പൊടി ഉണ്ടാവും. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചിടുന്നുണ്ട്. തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഞാൻ അവളെ മുകളിൽ കയറ്റിയിട്ട് ഇരുത്തിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ആ തുടയ്ക്കണേൻ്റെ ഇടയിൽ കൂടെ കയറി നടത്തിയിട്ട് അവിടെ തന്നെ അവൾ വഴുക്കി വീഴും. എന്നിട്ട് ഞാൻ അവളെ ചീത്ത പറയും. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. എൻ്റെ പിന്നിൽ അവൾ എപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയാണ് മൂപ്പർക്ക്, ഒറ്റയ്ക്ക് റൂമിലിരിക്കാൻ പേടിയാണ്. എന്നെ ഒന്ന് കാണാണ്ടായി കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഓടി വരും. അത് കഴിഞ്ഞിട്ട് ഞാനത് അവളെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൾ രാവിലെ എണീക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു സമയമാവും, കാരണം രാത്രി ഉറങ്ങാൻ നേരം വൈകുന്നത് കാരണം കൊണ്ട്. അങ്ങനെ അവളെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്മൂത്തി, ഇത് പഴമോ നട്ട്സൊക്കെ പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്മൂത്തി കേട്ടോ. ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്ന് നല്ലതാണ്. ഇവളുടെ കൈ പിടിച്ചിരുത്തിയേക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തിയിട്ട് അത് മുഴുവൻ ഞാൻ കൊടുപ്പിക്കും. പിന്നെ അത് കഴിയുമ്പോഴേക്കും പപ്പച്ചി വന്നിട്ടുണ്ട്. ഇന്ന് പപ്പച്ചി വന്നപ്പോൾ വലിയ മൂടില്ല, മൂപ്പര് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പപ്പച്ചി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാവുക, ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ സ്മൂത്തിയൊക്കെ കുടിച്ചിട്ട് മുട്ടയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അൻസുൻ്റെ കൂടെ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. പക്ഷേ പോയില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ അൻസുൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്, അവിടെ പ്രവി എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നേ. വൈഫിൻ്റെ പേര് അശ്വതി എന്നാട്ടോ. അപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന്, അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവിടെയാണെങ്കിൽ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെ അവൾക്ക് കളിക്കുകയും ചെയ്യുക. റൂമിലിരിക്കുമ്പോൾ അധികം നല്ല ബോറടിക്കും. അപ്പോൾ എന്നാൽ ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അവിടെ ഇരുന്നു. അങ്ങനെ അശ്വതി ഇങ്ങനെ ഉപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്യാരറ്റും പിന്നെ നെല്ലിക്കയൊക്കെ മുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് അവൾ തന്നപ്പോൾ ഞാൻ അത് കുറച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവളെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഇവർ 10 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരിക. അപ്പോൾ അതുവരെ അവിടെ ഇരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ റൂമിലേക്ക് പോന്നിട്ട് ഇങ്ങനെ ഒരു ചാർക്കോളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതൊക്കെയാണ് ഇന്നുണ്ടായത് കേട്ടോ.